നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാസത്തെ ബ്രസീലിൻ്റെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് കോച്ച് കാർലോ അഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഫിലിപ്പെ കുട്ടിഞ്ഞോ അടക്കമുള്ളവർ പ്രിലിമിനറി ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ ഫൈനൽ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ പരിക്കിൽ നിന്ന് മുക്തനായി ജസ്റ്റ് കളി സ്റ്റാർട്ട് ചെയ്ത നെയ്മർ ജൂനിയർ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ബ്രസീൽ 2 മത്സരങ്ങളാണ് ഈ മാസം കളിക്കുന്നത്. നവംബർ 15 രാത്രി ഇന്ത്യൻ സമയം 9:30 സെനഗലുമായിട്ടും നവംബർ 19 പുലർച്ചെ ഇന്ത്യൻ സമയം 1 മണിക്ക് ടുണീഷ്യയുമായിട്ടാണ് ബ്രസീൽ കളിക്കുന്നത്. 2 കളികളും യൂറോപ്പിലാണ്. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് ഇപ്പോൾ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചത് ആരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കിയാണ് നമ്മൾ. ഗോൾ കീപ്പർമാരായിട്ട് ബെൻഡോ, എഡേഴ്സൺ, ഹ്യൂഗോ സൗസ എന്നിവരാണുള്ളത്. ഡിഫൻഡർമാരായിട്ട് അലക്സാൻഡ്രോ, കായോ ഹെൻറിക്കെ, ഡാനിലോ, എദർ മിലിറ്റാവോ, ഫബ്രീസിയോ ബ്രൂണോ, ഗബ്രിയൽ മെഗല്ലസ്, ലൂസിയാനോ യുബ, മാർക്കിഞ്ഞോസ്, പൗളോ ഹെൻറിക്കെ, വെസ്ലി എന്നിവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. മധ്യനിരയിലേക്ക് ആൻഡ്രി, ബ്രൂണോ ഗുയ്മേറസ്, കാസമിറോ, ഫാബിഞ്ഞോ, ലൂക്കാസ് പക്വറ്റ എന്നിവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുന്നേറ്റ നിരയിൽ എസ്റ്റവായോ വില്യൻ, ജാവോ പെഡ്രോ, ലൂയിസ് എൻറിക്കെ, മാത്യസ് കുഞ്ഞ, റിച്ചാലീസൺ, റോഡ്രിഗോ, വിനി ജൂനിയർ, വിക്ടർ റോക്ക് എന്നിവരാണുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വിക്ടർ റോക്കിനെ ഇതാ ദേശീയ ടീമിലേക്ക് കോച്ച് തിരികെ വിളിച്ചിട്ടുണ്ട്. അതേസമയം കായോ ഹോർഗയെ പോലുള്ള മികച്ച ഒരു സ്ട്രൈക്കറെ അദ്ദേഹം ഒഴിവാക്കിയിട്ടുമുണ്ട്. ഏതായാലും ഈ വർഷത്തെ അവസാന 2 മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമാണ് ഇപ്പോൾ കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.